ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോറൈൻസ് ആണ്. ബോറൈൻസ് എന്താന്ന് ആദ്യം അറിയാം. ബോറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈഡ്രേറ്റ്സ് ഓഫ് ദി ബോറോൺസിനെയാണ് ബോറൈൻസ് എന്ന് പറയുന്നത്. ഹൈഡ്രേറ്റ്സ് ഓഫ് ദി ബോറോൺസിനെയാണ് ബോറൈൻസ് എന്ന് പറയുന്നത്. അതായത് ബോറോണിന്റെ കൂടെ ആരുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബോറോൺസിന്റെ ഹൈഡ്രേറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദി ബോറൈൻസ് ഉണ്ട്. ക്ലോസോ ബോറൈൻസ്, ക്ലോസോ ബോറൈൻസ്, ഇഡോ ബോറൈൻസ് ആൻഡ് അരാക്നോ ബോറൈൻസ്. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ദി ബോറൈൻസ് ഉണ്ട്. അരാക്നോ ബോറൈൻസ്. അതിൽ എന്താണ് ക്ലോസോ ബോറൈൻസ്? നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ക്ലോസോ ബോറൈൻസ് എന്താന്ന് ആദ്യം നോക്കാം. ക്ലോസോ ബോറൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ട്രയാങ്കുലേറ്റഡ് ബോറൈൻസ് ആർ നോൺ ആസ് ദ ക്ലോസോ ബോറൈൻസ്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ആയിരിക്കും, ട്രയാങ്കുലേറ്റഡ് ആയിരിക്കും, പോളിഹെഡ്രൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസ്ഡ് ട്രയാങ്കുലേറ്റഡ് പോളിഹെഡ്രൽ സ്ട്രക്ചർ ആയിരിക്കും ആർക്കുണ്ടാവുക? ക്ലോസോ ബോറൈൻസ് ഉണ്ടാവുക. ഒരു വേർട്ടെക്സ് ഓഫ് ദി പോളിഹെഡ്രൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇഡോ ബോറൈൻസ് എന്ത് സ്ട്രക്ചർ ആയിരിക്കും? ഇറ്റ് ഈസ് ദ നെസ്റ്റ് ലൈക്ക് ആയിരിക്കും. നോൺ ക്ലോസ്ഡ് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള കാരണം? ഒരു വെർട്ടെക്സ് പോളിഹെഡ്രലിൽ നിന്ന് ഒരു വെർട്ടെക്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ആ ക്ലോസ് സ്ട്രക്ചർ എന്തായിട്ട് മാറും? നോൺ ക്ലോസ്ഡ് ആയിട്ട് മാറി നെസ്റ്റ് ലൈക്ക് ആയിട്ട് മാറും. അരാക്കിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അരാക്കിനോ എന്ന് പറയുന്നത് നോൺ ക്ലോസ്ഡ് ആണ്. ടു വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് വൺ വെർട്ടെക്സ് റിമൂവ് ചെയ്യുക, വെർട്ടെക്സ് ഓഫ് ദി പോളിഹെഡ്രൽ റിമൂവ് ചെയ്യുക, ഇവിടെ നിന്ന് ടു വെർട്ടെക്സ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അരാക്കിനോ കിട്ടും. ഇനി ഇതിന്റെ ജനറൽ ഫോർമുലകളാണ് അറിയാനുള്ളത്. ജനറൽ ഫോർമുല ഓഫ് ദി ക്ലോസോ ബോറൈൻ ഈസ് ദ BnHn+2. ഇതാണ് ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. നിഡോന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് BnHn+4, അരാക്കിനോന്റെ BnHn+6. +2 പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് എന്ത് ചെയ്യുക? 2 കൂട്ടിയാൽ മതി. അത്രേ ഉള്ളൂ ഇതിന്റെ മൂന്നായിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ജനറൽ ഫോർമുലകൾ എന്ന് പറയുന്നത്. അങ്ങനെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? B6H6-2 എന്തായിട്ട് മാറാം? ക്ലോസോ ബോറൈൻസിന്റെ എന്താണ് ഒരു എക്സാമ്പിൾ ആണ്. നിഡോ ബോറൈൻസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് B5H9 ആൻഡ് അരാക്കിനോന്റെ B5H11. ഈ ജനറൽ ഫോർമുല മാത്രമാണ് ക്ലോസോ ബോറൈൻസിനും നിഡോ ബോറൈൻസിനും അരാക്നോ ബോറൈൻസിനുള്ള. അല്ല, വേറെ ജനറൽ ഫോർമുലകളും ഉണ്ട്. എന്താ ചെയ്യാം? നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. BnHn+1-1 ഇതിന്റെ കേസായിട്ട് മാറുമ്പോൾ BnHn+3-1 2 കൂട്ടിയാൽ മതി. Bn ഇതിന്റെ എന്തായിരിക്കും? Hn+5-1 ഇങ്ങനെ ആവാം. ഇങ്ങനത്തെ ഒരു ജനറൽ ഫോർമുലകളും ഉണ്ട്. വേറെ ജനറൽ ഫോർമുല പറഞ്ഞാല് BnHn-2 ക്ലോസോ ബോറൈൻസിന്റെ ഇതിലോട്ടായിട്ട് മാറുമ്പോഴാണ് 2 കൂട്ടുക. BnHn+2-2 എന്ന് പറയുന്നു. ഇതിന്റെ കേസിലായിട്ട് മാറും BnHn 2 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് +4-2. അപ്പൊ 3 ഡിഫറെന്റ് ആയിട്ടുള്ള എന്തുണ്ട്? ജനറൽ ഫോർമുലകളുണ്ട്. ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് അറിയേണ്ടത് ബോണ്ടിങ് ഇൻ ബോറൈൻസ്. ബോറൈൻസിൽ ബോണ്ടിങ് വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. ബോണ്ടിങ് ഇൻ ബോറൈൻസ്, എങ്ങനെയാണ് ബോറൈൻസിൽ ബോണ്ടിങ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ബോണ്ടിങ് ഇൻ ബോറൈൻസ് 2 ടൈപ്പ് ഓഫ് ദി ബോണ്ടിങ് ഉണ്ട്. 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട്. 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ട് ഉണ്ട്. അനദർ ബോണ്ടിങ് ഈസ് ദ 2 സെന്റേർഡ് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ് ഉണ്ട്. 2 ടൈപ്പ് ഓഫ് ദി ബോണ്ടിങ് ഉണ്ട്. 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ് ആൻഡ് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ്. 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റർ ആയിരിക്കും 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുക. അതാണ് 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ്. 2 സെന്റർ ഉണ്ടാവും. ഇവിടെ ബോറോണോ ഹൈഡ്രജൻ ബോറൈൻസ് എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ ഓഫ് ദി ബോറൈൻസ്. അപ്പൊ ബോറോണോ ഹൈഡ്രജൻ എന്തായിരിക്കും? അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ബോറോണ് ഒരു ഹൈഡ്രജൻ. അപ്പൊ 2 സെന്റർ കിട്ടി. ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുക?
ഓരോ ബോറോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ, ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഹൈഡ്രജന്റെ ഒന്നുണ്ട് അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ്. ഇവരത് എന്ത് ചെയ്യുക, ഇവർ രണ്ടുപേരും കൂടി ബോണ്ട് ഫോം ചെയ്യുക. ഈ 2 സെന്റേഴ്സ് 2 ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ്. 3 സെന്റേർഡ് ആയിട്ട് മാറുമ്പോൾ 3 ആയിട്ടുള്ള 3 സെന്റർ ഉണ്ടാവും. 3 സെന്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഒരു ഹൈഡ്രജൻ ഉണ്ടാവും, ബോറോണ് 2 ബോറോൺ ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ 2 ബോറോൺ, ഇങ്ങനെ 3 സെന്റർ ഉണ്ടാവും. പക്ഷെ 2 ഇലക്ട്രോണെ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ഷെയർ ചെയ്യുന്നു. ഒന്നെങ്കിൽ ബോറോണിന്റെ ഈ ബോറോണിന്റെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോണോ അല്ലെങ്കിൽ ഹൈഡ്രജന്റെ അൺപെയർഡ്, ഹൈഡ്രജൻ എന്തായാലും ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ഹൈഡ്രജൻ ഒരു ബോറോണുമായിട്ട് എന്ത് ചെയ്യുള്ളൂ, ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ, ബോണ്ടിങ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഹൈഡ്രജൻ ഒന്നെങ്കിൽ ഈ ബോറോണുമായിട്ടോ അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യാ, ഇവിടുത്തെ ഈ ബോറോണുമായിട്ട് എന്ത് ചെയ്യാ, ബോണ്ടിങ് ഫോം ചെയ്യാം. അതാണ് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ബോറൈൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻ ബോറൈൻസ് 4 ടൈപ്സ് ഓഫ് ബോണ്ട് പ്രസന്റ് ആണ്. 4 ടൈപ്പ് ബോണ്ട് എന്താണ് ഈ ബോറൈൻസിൽ പ്രസന്റ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 സെന്റേർഡ് 2 ഇലക്ട്രോണിലെ ഒന്ന്, അതിൽ പറഞ്ഞാല് എന്ത് ടൈപ്പ് ആയിരിക്കും, BHB ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. ഈ BHB ബോണ്ട് എങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ ഏത് രീതിയിലായിരിക്കും, ബെൻഡ് മോഡലായിരിക്കും ഉണ്ടാവുക, ബെൻഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നാമത്തെന്ന് പറഞ്ഞാല് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ആയിരിക്കും, BHB ബോണ്ട് ആയിരിക്കും അതിന്റെ ബോണ്ട് എന്ന് പറയുന്നത്. 3 സെന്റേർഡ് പറഞ്ഞാൽ നോക്ക് BHB, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു BHB 2 ഇലക്ട്രോൺ ആയിരിക്കും ഷെയർ ചെയ്യുക, ബെൻഡ് മോഡലായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 സെന്റേർഡ് 2 ഇലക്ട്രോൺ ബോണ്ടിങ് ആയിരിക്കും. ഇതില് 4 ടൈപ്സിൽ നമ്മൾ ഒന്നാമത്തെ ടൈപ്പ് ബോണ്ടിങ് പറഞ്ഞു, BHB ബോണ്ട്. ഈ രണ്ടാമത്തേല് 3 ബോണ്ടുകൾ വരും. ഒന്ന് പറഞ്ഞാല് എന്താണ്, BBB 3 സെന്റേർഡ് 2 ഇലക്ട്രോണിൽ കണ്ടോ, BBB ബോണ്ട് ഇങ്ങനെയൊക്കെ വരാം, ഹൈഡ്രജന്റെ കൂടെയുള്ള BBB ബോണ്ട് വരാം. BBB ബോണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതെന്ത് ഇതായിരിക്കും, ഓപ്പൺ ആയിരിക്കും, ഇത് ഓപ്പൺ ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, BB ആണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ ആണ്, BB ആണ്, BB ബോണ്ടിങ്. ഇതിന്റെ പറഞ്ഞാൽ സാധാ നോർമൽ മീൻസ് ഇതിങ്ങനെ BB ബോണ്ട് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ 2 സെന്റേർഡ് 2 ഇലക്ട്രോൺ BH ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. 2 സെന്റേർഡ് ആയിരുന്നു, 2 സെന്റർ ഉണ്ട്, 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, നോർമൽ ബോണ്ട് ആയിരിക്കും. നെക്സ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് സ്റ്റിക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സ്റ്റിക്സ് നമ്പേഴ്സ്. അപ്പൊ ആദ്യം എന്താണ് സ്റ്റിക്സ് നമ്പർ അറിയണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓവറോൾ ബോണ്ടിങ് ഇൻ ബോറൈൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബി represented by 4-digit number. അതായത് ബോറൈൻസിലെ ഓവറോൾ ബോണ്ടിങ്, എത്രത്തോളം ബോണ്ടിങ് ഉണ്ട് ബോറൈൻസിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എത്രത്തോളം ബോണ്ടിങ് ആണ്, എത്ര ബോണ്ടിങ് ആണ് ബോറൈൻസിലുള്ളത്, അത് നമുക്ക് എന്ത് ചെയ്യാം, 4-digit നമ്പർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് ഓരോന്നും STYX, ഇത് ഓരോന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. എസ് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ദി BHB ബോൺസ് ആണ് എസ് റെപ്രസെന്റ് ചെയ്യുന്നത്. എപ്പോ ഇതെന്തായിരിക്കും, ഫസ്റ്റ് ഡിജിറ്റ് ആ 4-digit നമ്പറിൽ സ്റ്റിക്സ് നമ്പേഴ്സ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, എസ് ആയിരിക്കും. ടി റെപ്രസെന്റ് ചെയ്യുന്നത് BBB ബോണ്ട് ആയിരിക്കും, അതെപ്പോഴും സെക്കൻഡ് ഡിജിറ്റ് ആയിരിക്കും. Y റെപ്രസെന്റ് ചെയ്യുന്നത് BB ബോണ്ട് ആയിരിക്കും. എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് BH2 ഗ്രൂപ്പ് ആയിട്ട് എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ B2H6ന്റെ സ്റ്റിക്സ് നമ്പർ ആണ് 2002. ഇതെങ്ങനെ കാണണ്ടേ എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കാണാം. 2002 ആണ് B2H6ന്റെ. 2 എന്തായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, BHB ബോണ്ട് ആയിരിക്കും. ഇതിന്റെ സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇതാണ് B2H6ന്റെ സ്ട്രക്ചർ. അപ്പൊ നോക്ക്,
എത്ര BHB ബോണ്ട് ഉണ്ട്? 2 BHB ബോണ്ട് ഉണ്ട്. പിന്നെ 2 എന്താ 0? BB ബോണ്ട് 0 ആണ്. അതുപോലെ തന്നെ BBB ബോണ്ട് 0 ആണ്. അപ്പൊ ഇതിലെ 2 എന്താണ്? BH2 ഗ്രൂപ്പ്. അപ്പൊ 2 BH2 ഗ്രൂപ്പ്. അതാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. ദാറ്റ്സ് ഓൾ. ബോറൈൻസിൽ അത്രേ അറിയുള്ളൂ. വേറെ ഒന്നും കാര്യമായിട്ട് ബോറൈൻസിൽ പഠിക്കാനില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള അടുത്തത് എടുക്കും. സോ അതുവരെ ബൈ.